കണ്ണൂരിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചു. ജില്ലയിലെ ബീച്ചുകളിൽ അടക്കം പ്രവേശനമില്ല. റെഡ് അലർട്ട് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരും. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരുണ്ട്. നിഖിൽ, ഞായറാഴ്ച വരെ അപ്പോൾ ഏകദേശം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടഞ്ഞുതന്നെ കിടക്കുമെന്നുള്ള സൂചനകളാണല്ലേ വരുന്നത്? സംഗീത, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ഇന്നു മുതൽ 20-ാം തീയതി വരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും താൽക്കാലികമായി പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ബീച്ചുകളിലേക്ക് ഉൾപ്പെടെയാണ് ഈ നിരോധനം എന്നുള്ളതാണ് ശ്രദ്ധേയം. ശക്തമായ കടൽക്ഷോഭം കാരണം വെള്ളം കയറുന്നതിനാൽ വാഹനങ്ങൾ താഴ്ന്നു പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് നേരത്തെ തന്നെ നിരോധനം ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഈ പുതിയ നിരോധനങ്ങൾ കൂടി വരുന്നത്. ഒപ്പം തന്നെ കയാക്കിംഗ്, റാഫ്റ്റിംഗ്, ട്രെക്കിംഗ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കും ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ബീച്ചുകളിലേക്ക് ഉൾപ്പെടെ പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ജില്ലയിൽ റെഡ് അലേർട്ട് പിൻവലിക്കുന്നത് വരെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം അത് മറ്റൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ തുടരും എന്നുകൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 4 ദിവസം ജില്ലയിൽ ഇനി റെഡ് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി നിഖിൽ.